ഏഷ്യാനെറ്റ് ന്യൂസ് തൃശൂർ. ടിക്കറ്റ് എടുത്ത യാത്രക്കാരെ സീറ്റില്ലെന്ന് പറഞ്ഞ് വിമാന കമ്പനി മടക്കി അയച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ദമാമിലേക്ക് പോകാനിരുന്ന 15ഓളം യാത്രക്കാരെയാണ് ജെറ്റ് എയർവേസ് മടക്കി അയച്ചത്. സുരക്ഷാ പരിശോധനയും കഴിഞ്ഞ് ബോർഡിംഗ് പാസ് എടുക്കാനെത്തിയപ്പോഴാണ് സീറ്റില്ലെന്ന കാര്യം ജെറ്റ് എയർവേസ് അധികൃതർ യാത്രക്കാരെ അറിയിച്ചത്. ദിവസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്ത ടിക്കറ്റിൽ യാത്ര ചെയ്യാൻ കഴിയില്ലെന്നറിഞ്ഞതോടെ യാത്രക്കാർ വിമാനത്താവളത്തിൽ ബഹളം വച്ചു. വിസ കാലാവധി തീരുന്നതും ലീവ് അവസാനിക്കുന്നതുമൊക്കെ പറഞ്ഞ് യാത്രക്കാർ അപേക്ഷിച്ചെങ്കിലും അധികൃതർ അനങ്ങിയില്ല. താമസ സൗകര്യമോ യാത്രാ സൗകര്യമോ നൽകാതെ ജെറ്റ് എയർവേസ് അധികൃതർ യാത്രക്കാരെ മടക്കി അയക്കുകയായിരുന്നത്രേ. സ്ത്രീകൾ ഉൾപ്പെടെ 15ഓളം പേരുടെ യാത്രയാണ് മുടങ്ങിയത്. ഇവിടെ വന്ന് ടിക്കറ്റ് കൊടുത്തപ്പോൾ അവർ പറയാണ് ഫ്ലൈറ്റ് എല്ലാം ഫുള്ളായെന്ന്. അതായത് എന്റെ ടിക്കറ്റ് കൺഫേം ആണ്. അപ്പോൾ ഈ വെയിറ്റ് ലിസ്റ്റിൽ കിടക്കും. അതായത് 154 സീറ്റാണ് ഫ്ലൈറ്റിനുള്ളത്. 174 എണ്ണം ബുക്കിംഗ് ആയി കിടക്കുമെന്നാണ് അവർ പറയുന്നത്. കൺഫേം ആയിട്ട് കിടക്കുക. അതുകൊണ്ട് നേരത്തെ വന്നവരെ കയറ്റി വിട്ടു. ഇന്നത്തെ എന്റെ ടിക്കറ്റ് കൺഫേം ആണ്. അപ്പോൾ അവർ പറയുന്നത് വീണ്ടും നിങ്ങളുടെ ടിക്കറ്റ് റീകൺഫേം ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഏജന്റിനെ ബന്ധപ്പെടും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ 6 യാത്രക്കാരെ മാത്രമേ മടക്കി അയച്ചുള്ളൂ എന്നാണ് ജെറ്റ് എയർവേസ് അധികൃതർ പറയുന്നത്. ഇവർക്ക് എല്ലാവർക്കും പകരം ടിക്കറ്റും നഷ്ടപരിഹാരവും നൽകിയെന്നും വിമാന കമ്പനി അധികൃതർ പറഞ്ഞു. ക്യാമറാമാൻ ഗോപൻ കുര്യാത്തിക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്നും ശരത് കൃഷ്ണൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇനി ലോകവാർത്ത.